ഹലോ സ്റ്റുഡൻസ്, ജനുവരി 2022 ജനുവരി 20 നടക്കുന്ന എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 റിവിഷൻ 2015 സ്കീമിലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2-ൻ്റെ റിവിഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആ ടൈപ്പിലുള്ള പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് യൂണിറ്റ് 2-ലെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൻ്റെ റിവിഷനാണ്. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളത് എഴുതി പഠിക്കുക. ഈ പ്രോബ്ലംസ് അതിൻ്റെ കുറച്ചുകൂടെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ ഡിറ്റർമിനൻസിലോട്ടാണ് പോകുന്നത്. ആദ്യം 2/2 ഡിറ്റർമിനൻ്റ് ആണ്. ഇതെല്ലാം തന്നെ ഞാൻ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രോബ്ലംസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഡിറ്റർമിനൻ്റ് ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതായത് ഇതൊരു 2/2 ഡിറ്റർമിനൻ്റ് ആണ്. 2 റോ, ഇതൊരു ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ 2 റോയുള്ള 2 കോളമുള്ള ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ 2/2 ഡിറ്റർമിനൻ്റ് എന്നാണ് പറയുന്നത്. ഇതും 2 റോയും 2 കോളവുമുള്ള ഡിറ്റർമിനൻ്റ് ആണ്. 2/2 ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഈ 2 ഡിറ്റർമിനൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിലൊരു 2/2 ഡിറ്റർമിനൻ്റിൻ്റെ ഇവാലുവേഷൻ നിങ്ങൾക്ക് അറിയണം. 2/2 ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, കോണോട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇത് തമ്മിലാണ് ആദ്യം മൾട്ടിപ്ലൈ ആണ്. ഈ ഓർഡർ ശ്രദ്ധിക്കണം, ഈ ഓർഡർ. അപ്പോൾ x² 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ x² എന്ന് കിട്ടും. പിന്നെ ഒരു മൈനസ് കൊടുക്കണം. മൈനസ് കൊടുത്തിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഈ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഈ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 3 12 എന്ന് വരും. അപ്പോൾ x² - 12. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ആദ്യം 9ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 45. പിന്നെ ഒരു മൈനസ് കൊടുക്കണം ഇവിടെ. എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ആ ഓർഡർ മാറിപ്പോയത്. ആദ്യം ഈ 9ഉം 5ഉം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 8 × 4 32. ഇനി സിംപ്ലിഫൈ ആണ്. ഇത് x² - 12 ഇസ് ഈക്വൽ ടു 45 - 32. അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഒന്ന് ഉപയോഗിക്കാം. 45 നിന്ന് 32 സബ്ട്രാക്ട് ചെയ്താൽ 13 എന്ന് കിട്ടും. അപ്പോൾ x² ഇസ് ഈക്വൽ ടു ഈ -12 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും, +12 ആവും. അപ്പോൾ 12 + 13 25 ആണ്. അപ്പോൾ x² 25. അപ്പോൾ x 5 ആണെങ്കിൽ 25 കിട്ടത്തുള്ളൂ നമുക്ക്. 5നെ സ്ക്വയർ ചെയ്താലാണ് 25 കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5. ഇനി -5നെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? 25 തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ -5 എന്നും വരാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ഓർ -5. ഇത് 2 മാർക്കിന് ചോദിച്ച ഒരു പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതേ കണക്കുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതേ കണക്കുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം സോൾവ് യൂസിങ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഡിറ്റർമിനൻസ് വെച്ചിട്ട് വേണം ഇതിനെ സോൾവ് ചെയ്യാൻ. അല്ലാതെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് വേറെ ഉണ്ട്. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഡിറ്റർമിനൻസ് ഫോം ചെയ്യുക. അതിന് ഇതിൻ്റെ കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ് ഡിറ്റർമിനൻസ് ഫോം ചെയ്യേണ്ടത്. ആദ്യം ഫോം ചെയ്യേണ്ട ഡിറ്റർമിനൻ്റ് ഡെൽറ്റ. ആ ഡെൽറ്റ ഫോം ചെയ്യുന്നതിന് ഡെൽറ്റയുടെ ഫസ്റ്റ് റോ, ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ്റെ 1/x 1/y ഉണ്ട്. അതിൻ്റെ കോഎഫിഷ്യൻസ് 5 × 2. 5 × 2 കൂടെ എഴുതണം. രണ്ടാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 2ഉം -1ഉം. അതിൻ്റെ താഴെ 2 - 1 എഴുതണം. ഇതാണ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ ഫോം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ 1/x 1/y എന്നുള്ള വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കണം. ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 5 2. അത് ഫസ്റ്റ് റോ ആയിട്ട് എഴുതണം. സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 2 - 1. അത് സെക്കൻഡ് റോ ആയിട്ട് എഴുതണം. എന്നിട്ട് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 5ഉം -1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 5 × -1 -5 എന്ന് വരും. -5 മൈനസ് ഈ 2ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 4. അപ്പോൾ -5 - 4 എന്ന് പറഞ്ഞാൽ -9 ആണ്.
-5 -4 = -9. അപ്പോൾ ഡെൽറ്റ എന്നുള്ളൊരു ഡിറ്റർമിനൻറ്റ് കിട്ടി. ഇനി ഡെൽറ്റ 1 എന്നുള്ള ഡിറ്റർമിനൻറ്റ് കിട്ടണം. ഡെൽറ്റ 1 കിട്ടാനായിട്ട് ഡെൽറ്റയിലെ ഫസ്റ്റ് കോളം മാറ്റണം. ഫസ്റ്റ് കോളം 5 2 ഫസ്റ്റ് കോളം മാറ്റിയിട്ട് ഈ റൈറ്റ് സൈഡിലെ ഈ 4 7 എഴുതണം. റൈറ്റ് സൈഡിലെ വാല്യൂസ്, ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ 2 വാല്യൂസ് ഉണ്ട്, 4 7. ആ 4 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളത്തിന് പകരം 4 7. സെക്കൻഡ് കോളത്തിന് മാറ്റമില്ല, 2 - 1 = ഇനി വാല്യൂവേഷൻ ആണ്. 4 -1 കൂടെ മൾട്ടിപ്ലൈ ആണ്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ -4 -7 2 മൾട്ടിപ്ലൈ ചെയ്താൽ 14. -4 -14 എന്ന് പറഞ്ഞാൽ -18 ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതൊരു ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യണം. ഡെൽറ്റ 2 = ഡിറ്റർമിനൻറ്റ്. ഇവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം മാറ്റണം. ഡെൽറ്റ എന്നുള്ള ഡിറ്റർമിനൻറ്റിൻ്റെ സെക്കൻഡ് കോളം മാറ്റിയിട്ട് ഈ 4 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് കോളം 5 2, സെക്കൻഡ് കോളം 4 7. ഓക്കെ, ഫസ്റ്റ് കോളം അത് കണക്ക് ഇരുത്തണം, സെക്കൻഡ് കോളത്തിന് പകരം 4 7 കൊടുക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 × 7 35 -2 × 4 8. അപ്പോൾ എന്ത് കിട്ടും? 35 നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ 27 എന്ന് കിട്ടും. അപ്പം 3 ഡിറ്റർമിനൻസ് ആണ് ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ 1 ഡെൽറ്റ 2. ഇനി x1, ഇനി നമ്മുടെ വേരിയബിൾ 1/x ആണ്, x അല്ല. 5x + 2y എന്നല്ല ഇവിടെ കിടക്കുന്നത്, 5x + 2y എന്നാണ് കിടക്കുന്നത്. അപ്പോൾ 1/xൻ്റെ വാല്യൂ 1/x എന്ന് പറയുന്നത് ഡെൽറ്റ 1/ഡെൽറ്റ. ഓക്കെ, അപ്പം ഇവിടെ x ആയിരുന്നെങ്കിൽ, ഇവിടെ 5x + 2y ആയിരുന്നെങ്കിൽ x ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് 5x + 2y ആയതുകൊണ്ടാണ് 1/x കണ്ടുപിടിക്കുന്നത്. 1/x കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ 1/ഡെൽറ്റ. 1/y കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ 2/ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ 2വിനെ ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ x ആണെങ്കിൽ ഇവിടെ x എന്ന് എഴുതുമായിരുന്നു, ഇവിടെ x-ഉം y ആയിരുന്നു വന്നെങ്കിൽ x എന്ന് y എന്നാണ് എഴുതുന്നത്. അപ്പോൾ 1/x = ഡെൽറ്റ 1/ഡെൽറ്റ. ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ -18 -9. ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ 27/-9. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ 1/xൻ്റെ വാല്യൂ ഈ മൈനസ് വെട്ടിപ്പോവും. 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. 1/x = 2. 1/y = 27നെ -9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൈനസ് വരും. ഇത് 9 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3 എന്ന് വരും, -3. 1/x 2ഉം 1/y -3ഉമാണ്. അപ്പോൾ x എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചിട്ടാൽ x കിട്ടും. x എന്ന് പറഞ്ഞാൽ 1/2, y എന്ന് പറയുന്ന -1/3. ഇതിന് റെസിപ്രോക്കൽ എടുത്താൽ -1/3. 1/2ഉം -1/3 എന്നും വരും ആൻസർ. ഈ ടൈപ്പ് പ്രോബ്ലംസ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. അടുത്ത പ്രോബ്ലം, സോൾവ് 4x ഇഫ് ഡിറ്റർമിനൻറ്റ്, ഇവിടെ 3 റോ ഉണ്ട്, 1 2 3, 3 കോളം, 1 2 3. അപ്പോൾ 3 റോയും 3 കോളവും ഉള്ള ഡിറ്റർമിനൻ്റ് ആണിത്. ഇത് 2 റോയും 2 കോളവും ഉള്ള ഡിറ്റർമിനൻറ്റ്. ആദ്യം നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം ഫസ്റ്റ് റോ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 എടുക്കണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 എടുത്തിട്ട് ഈ 2 വരുന്ന റോ ഡിലീറ്റ് ചെയ്യണം. 2 വരുന്ന റോ ഡിലീറ്റ് ചെയ്യണം, 2 വരുന്ന കോളം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് -1 2 1 6 എന്നാണ്. 2 വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കി കിട്ടുന്ന ഡിറ്റർമിനൻറ്റ് -1 2 1 6 എന്ന് വരും. പിന്നെ ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇവിടെ പ്ലസ് ആണ് ആദ്യത്തെ എലമെൻറ്റ്, പിന്നെ ഒരു മൈനസ് കൊടുത്തിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് 1 എഴുതണം. ഡിറ്റർമിനൻറ്റ് 1 വരുന്ന റോ കളയണം. 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 3 2 1 6 എന്ന് കിട്ടും. ഈ 1 വരുന്ന റോ കളയണം, കോളം കളയണം. അപ്പോൾ 3 2 1 6 എന്ന് കിട്ടും. അടുത്ത പ്ലസ് മൂന്നാമത്തെ എലമെൻറ്റ് x. ഇനി ഈ x വരുന്ന റോ, ഈ റോ കളയണം, ഈ കോളം കളയണം. x വരുന്ന റോയും കോളവും കളഞ്ഞാൽ 3 -1 1 1 എന്ന് കിട്ടും. = ഡിറ്റർമിനൻറ്റ് 4x 3 2. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3/3 ഡിറ്റർമിനൻറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 2/2 ഡിറ്റർമിനൻ്റ് ആക്കി മാറ്റി. ഇനി ഇത് വാല്യൂറ്റ് ചെയ്യണം. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 2 × -1 × 6 -6 -1 × 2 2
ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആയപ്പോൾ -6 മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആയപ്പോൾ 2. ഇവിടെ മൈനസ് ആണ്, -1 അപ്പോൾ മൈനസ് എഴുതിയാൽ മതി. 3 × 6 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആയപ്പോൾ 18 എന്ന് കിട്ടും. മൈനസ് 1 × 2 മൾട്ടിപ്ലൈ ആയപ്പോൾ 2 എന്ന് കിട്ടും. പ്ലസ് x × 3 × 1 3 മൈനസ് 1 × -1 -1 അപ്പം മൈനസ് മൈനസ് പ്ലസ് 1 എന്ന് വരും. നോക്കണം, 1 × -1 മൈനസ് ആണ്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. ഇസ് ഈക്വൽ ടു 4 × 2 8 മൈനസ് 3 × x 3x. ഇങ്ങനെ വരും. ഇത് -6 -2 -8 2 × -8 മൈനസ് 18 - 2 16 എന്ന് വരും. പ്ലസ് ഇത് 3 + 1 4x 4 ആണ്, അപ്പോൾ 4x എന്ന് വരും. ഇസ് ഈക്വൽ ടു 8 - 3x. ഇത് -16 ആണ്. -2 × -8 -16 -16 പ്ലസ് 4x ഇസ് ഈക്വൽ ടു 8 - 3x. ഇത് -32 -32 പ്ലസ് 4x ഇസ് ഈക്വൽ ടു 8 - 3x. ഇതിൽ -3x ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം, അപ്പോൾ 4x + 3x എന്ന് വരും. ഇസ് ഈക്വൽ ടു ഈ -32 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ +32 എന്ന് വരും, അപ്പോൾ 8 + 32. 4x + 3x 7x ആണ്. 7x ഇസ് ഈക്വൽ ടു 8 + 32 40. അപ്പോൾ x ഇസ് ഈക്വൽ ടു 40/7 എന്ന് വരും. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്തത് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 2x + 3y + z ഇസ് ഈക്വൽ ടു 11 എന്നൊരു ഇക്വേഷൻ, 2x - y + 4z ഇസ് ഈക്വൽ ടു 13 എന്നൊരു ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ 3x + 4y - 5z ഇസ് ഈക്വൽ ടു 3. ഈ 3 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വില കണ്ടുപിടിക്കണം. അതിന് ക്രാമേഴ്സ് റൂൾ എന്ന മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ക്രാമേഴ്സ് റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഡിറ്റർമിനൻ്റ് മെത്തേഡ് എന്നും കൂടെ പറയും. അപ്പോൾ എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ 4 ഡിറ്റർമിനൻസ് ഫോം ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആദ്യം ഡെൽറ്റ എന്നുള്ള ഡിറ്റർമിനൻ്റ് ഫോം ചെയ്യണം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക, അതിൻ്റെ കോഎഫിഷ്യൻസ് 2 3 1. ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 2 3, ഇവിടെ 1 × z ആണ്, z അല്ല 1 × z ആണ്, അപ്പം 1 എന്ന് എഴുതും. ഇവിടുത്തെ കോഎഫിഷ്യൻസ് 2, ഇത് -1 × y എന്നാണ്, അപ്പോൾ -1 4, അപ്പോൾ 2 - 1 4. അടുത്ത ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 3 4 -5. ശ്രദ്ധിച്ച് കോഎഫിഷ്യൻസ് എടുക്കണം. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് ഫസ്റ്റ് റോ ആക്കണം, സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് സെക്കൻഡ് റോ, തേർഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് തേർഡ് റോ. അങ്ങനെ നമുക്കൊരു ഡിറ്റർമിനൻ്റ് കിട്ടും. അതിന് ഡെൽറ്റ എന്ന് പേര് കൊടുക്കണം. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിനാദ്യം ഈ 2 എടുക്കണം. 2 എടുത്തിട്ട് 2 വരുന്ന റോയും കോളവും മാറിയാൽ -1 4 4 - 5 എന്ന് കിട്ടും. മൈനസ് രണ്ടാമത്തെ എലമെന്റ് 3 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 4 3 - 5. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം റോയും കോളവും ഡിലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ ഡിലീറ്റ് ചെയ്യണം, അപ്പോൾ 2 3 1 പോകും. സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യണം, ബാക്കിയുള്ളത് 2 4 3 - 5. അടുത്തത് +1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 - 1 3 4. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് തമ്മിൽ ഇതിൻ്റെ ഇവാലുവേഷൻ 2/2 ഡിറ്റർമിനൻ്റ് ഇവാലുവേഷൻ ആണ്. -1 × -5 5 എന്ന് വരും. മൈനസ് മൈനസ് പ്ലസ് ആണ്. -4 × 4 16. -3 ഇൻറ്റു 2 × -5 -10. -4 × 3 12. 3 × 4 12 ആണ്. പ്ലസ് 2 × 4 8. -3 × -1 -3. അപ്പോൾ -3 എന്ന് വരും, +3 എന്ന് വരും. നോക്കിക്കോണം, 8 - 3 × -1. 3 × -1 -3 ആണ്. അപ്പോൾ 8 - -3, അപ്പോൾ 8 + 3 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 - 16 -11 ആണ്. -3 ഇൻറ്റു -10 -12 -22 പ്ലസ് 11. 8 + 3 11. ഇത് -22, ഇത് പ്ലസ് 66 പ്ലസ് 11 ഇസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 55 എന്ന് കിട്ടും.
ഇതാണ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ കിട്ടി. ഇനി ഡെൽറ്റ 1 ഡിറ്റർമിനന്റ്. ഡെൽറ്റ 1 കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ഈ ഡെൽറ്റ എന്നുള്ള ഡിറ്റർമിനന്റിന്റെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് റൈറ്റ് സൈഡിലെ എലമെന്റ്സ് എഴുതാം. റൈറ്റ് സൈഡിൽ 11, 13, 3. അപ്പോൾ ഫസ്റ്റ് കോളം 11, 13, 3 എന്ന് വരും. 11, 13, 3. ഇനി സെക്കൻഡ് കോളത്തിന് മാറ്റമില്ല. 3, -1, 4. തേർഡ് കോളത്തിന് മാറ്റമില്ല. 1, 4, -5. ഇതാണ് ഡെൽറ്റ 1. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 11 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 11 വരുന്ന റോയും കോളവും കളഞ്ഞാൽ -1, 4, 4 -5 ഇങ്ങനെ വരും. -3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 3 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 13, 4, 3 -5 പ്ലസ് 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 13 -1, 3, 4 is equal to 11 ഇൻറ്റു -1 ഇൻറ്റു -5 5 എന്ന് വരും. -4 ഇൻറ്റു 4 16. -3 ഇൻറ്റു 13 ഇൻറ്റു -5. 13 ഇൻറ്റു -5 -65 ആണ്. -3 ഇൻറ്റു 4 12 പ്ലസ് 13 ഇൻറ്റു 4. 13 ഇൻറ്റു 4 എന്ന് പറയുമ്പോഴത്തേക്ക് 52 എന്ന് വരും. -3 ഇൻറ്റു -1 അത് മൈനസ് പ്ലസ് +3 is equal to 11 ഇൻറ്റു 5 -16 -11. 11 ഇൻറ്റു -11 -3 ഇൻറ്റു -65 -12 -77 പ്ലസ് 52 പ്ലസ് 3 55. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 165 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് -121, ഇത് മൈനസ് പ്ലസ് ആണ്. 77 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 231 ആണ്. പ്ലസ് 55. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് -121 പ്ലസ് 231 പ്ലസ് 55 എന്ന് പറയുന്നത് 165 എന്ന് വരും. ഇതാണ് ഡെൽറ്റ 1. അപ്പം ഡെൽറ്റയും ഡെൽറ്റ 1 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത നമുക്ക് ഡെൽറ്റ 2 എന്നൊരു ഡിറ്റർമിനൻ്റ് ആണ് ഫോം ചെയ്യേണ്ടത്. ഡെൽറ്റ 2 ഫോം ചെയ്യാനായിട്ട് സെക്കൻഡ് കോളം, ഈ ഡെൽറ്റ എന്നുള്ള ഡിറ്റർമിനൻറ്റിൻ്റെ സെക്കൻഡ് കോളം മാറ്റിയിട്ട് 11, 13, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് റൈറ്റ് സൈഡിലെ ക്വാണ്ടിറ്റീസ് 11, 13, 3. 11, 13, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൂന്നാമത്തെ കോളം 1, 4, -5 മാറ്റമില്ല. അപ്പം ഡെൽറ്റയിൽ നിന്നും ഡെൽറ്റ 2 കിട്ടാനായിട്ട് സെക്കൻഡ് കോളം മാറ്റിയിട്ട് ഈ കോളം ഓഫ് കോൺസ്റ്റൻസ് എന്നാണ് പറയുന്നത് 11, 13, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ഇവാലുവേഷൻ 2 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് 2 ഡിറ്റർമിനൻറ്റ് 2 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 13, 4, 3 -5 -11 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 11 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2, 4, 3 -5 പ്ലസ് 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2, 13, 3, 3. അപ്പോൾ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 2/2 ആക്കി. ഇനി സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോൾ 2 ഇൻറ്റു 13 ഇൻറ്റു -5. 13 -5 മൾട്ടിപ്ലൈ ചെയ്താൽ -65 -3 ഇൻറ്റു 4 12 -11 ഇൻറ്റു 2 ഇൻറ്റു -5 -10 -3 ഇൻറ്റു 4 12 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 6 -3 ഇൻറ്റു 13 39 is equal to 2 into -77. 2 into -77 -11 into -22 -11 into -22 ഇത് പ്ലസ് 6 -39 -33 എന്ന് വരും. is equal to -154. ഇത് പ്ലസ് ആണ്. പ്ലസ് 242. 11 into 22 242 -33. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം. -154ഉം 242ഉം -33യും കൂടെ ആഡ് ചെയ്താൽ 55 എന്ന് വരും. അപ്പം നമുക്ക് ഡെൽറ്റ 2 കിട്ടും. ഡെൽറ്റ 2 എന്ന് പറയുന്നത് 55.
അപ്പോൾ ഡെൽറ്റ കിട്ടി, ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റ 2 കിട്ടി. അടുത്ത് നമ്മൾ ഡെൽറ്റ 3 കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അടുത്ത ഡെൽറ്റ 3യുടെ ഇവാലുവേഷൻ ആണ്. ഡെൽറ്റ 3 ഫോം ചെയ്യാനായിട്ട് ഡെൽറ്റയുടെ തേർഡ് കോളം മാറ്റണം. തേർഡ് കോളം 1 4 -5 റിമൂവ് ചെയ്തിട്ട് 11 13 3 11 13 3 എന്ന് പറഞ്ഞാൽ ഇതാണ് 11 13 3 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് കോളം 2 2 3, സെക്കൻഡ് കോളം 3 -1 4, തേർഡ് കോളത്തിന് പകരം 11 13 3. ഇനി ഇതിൻ്റെ ഇവാലുവേഷൻ ആണ്. ഫസ്റ്റ് എലമെന്റ് 2 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തു. ബാക്കി വരുന്നത് -13 3 4 3. അടുത്തൊരു മൈനസ് കൊടുക്കണം. എന്നിട്ട് ഈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 3. എന്നിട്ട് 3 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. 3 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ 2 13 3 3 എന്ന് കിട്ടും. 2 13 3 3 പ്ലസ് ഈ മൂന്നാമത്തെ എലമെന്റ് 11 എഴുതണം. എന്നിട്ട് 11 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ 2 -1 3 4 എന്ന് കിട്ടും. 2 -1 3 4. ഇനി ഇതിൻ്റെ വാല്യൂഷൻ ആണ്. 2 ഇൻറ്റു -1 3 is -3 മൈനസ് 4 ഇൻറ്റു 13. 4 ഇൻറ്റു 13 ആകുമ്പോഴത്തേക്ക് നമുക്ക് 52 എന്ന് കിട്ടും. മൈനസ് 3 ഇൻറ്റു 2 ഇൻറ്റു 3 6 മൈനസ് 3 ഇൻറ്റു 13 വരുന്നത് എന്താണ് 39. 3 ഇൻറ്റു 39 പ്ലസ് 11 ഇൻറ്റു 2 ഇൻറ്റു 4 8 മൈനസ് 3 ഇൻറ്റു -3 -3. അപ്പോൾ -3 പ്ലസ് 3 8 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു -55. ഇത് -3 ഇൻറ്റു -33. 6 - 39 is -33 പ്ലസ് 11 ഇൻറ്റു 8 പ്ലസ് 3 11. ഇത് -110. 2 ഇൻറ്റു -55. ഇത് മൈനസ് പ്ലസ് 33 ഇൻറ്റു 3 99 പ്ലസ് 11 ഇൻറ്റു 11 121. ഇത് സിംപ്ലിഫൈ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 110 എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ 3 കിട്ടി 110. അപ്പോൾ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 ആൻഡ് ഡെൽറ്റ. ഇനി നമുക്ക് എക്സും വൈയും ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അടുത്ത നമുക്ക് എക്സും വൈയും ഇസഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. ഡെൽറ്റ 1ൻ്റെ വാല്യൂ 165 ഡിവൈഡ് ബൈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 55. ഇത് സിംപ്ലിഫൈ ചെയ്താൽ അതായത് 165നെ 55 ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. അടുത്ത വൈ ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഇതാണ് വൈ. അപ്പോൾ ഡെൽറ്റ 2നെ ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും 55 ബൈ 55 എന്ന് കിട്ടും. 55 ക്യാൻസൽ ചെയ്തിട്ട് 1 എന്ന് കിട്ടും. അടുത്ത ഇസഡ് ഡെൽറ്റ 3 ബൈ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 110 ബൈ 55 ഇസ് ഈക്വൽ ടു 2. ഇതാണ് എക്സും വൈയും ഇസഡും. അപ്പോൾ ക്രാമേഴ്സ് റൂള് വെച്ചിട്ട് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ ഡിറ്റർമിനൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാലും ഇതാണ്, ക്രാമേഴ്സ് റൂള് തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അടുത്ത ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നിങ്ങളിതെല്ലാം ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതെല്ലാം ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് തൊട്ട് മുമ്പ് ചെയ്തതേ ഉള്ളൂ. ആ മോഡലിൽ തന്നെയാണ് ഇതെല്ലാം. ഇത് 2/2 ഡിറ്റർമിനൻറ്റ്, അത് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇത് 2/2 ഡിറ്റർമിനൻ്റ് ആണ്. ഇതും 2/2 ഡിറ്റർമിനൻ്റ് ആണ്. ഇതൊരു 3/3 ഡിറ്റർമിനൻറ്റ്, ഇത് 3/3 ഡിറ്റർമിനൻറ്റ്. ഇതിൻ്റെയൊക്കെ ഇവാലുവേഷൻ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളിത് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അടുത്ത പ്രോബ്ലം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്നൊരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് എന്ന് പറയാൻ കാരണം 2 റോയും 2 കോളവുമാണ്. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം 2 റോ 2 കോളം 2/2 മെട്രിക്സ്. ഇതൊരു 2/2 മെട്രിക്സാണ്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് എ എന്നുള്ള മെട്രിക്സിനെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബി എന്നുള്ള മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം 3A കണ്ടുപിടിക്കാം. 3A എന്ന് പറയുമ്പം 3 കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് -1നെ മൾട്ടിപ്ലൈ ചെയ്താൽ -3. -1 × 3 എന്ന് എഴുതുന്നില്ല, -3 എന്ന് എഴുതുന്നുള്ളൂ. അത് 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 6, 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3, 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 9. ഇതാണ് 3A. അടുത്തത് ബിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2B. അപ്പോൾ ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4, 4 × 2 8, 3 × 2 6, -1 × 2 -2. ഇതാണ് 2B. ഇനി 3A - 2B കണ്ടുപിടിക്കണം. അതായത് 3Aയിൽ നിന്നും 2B സബ്ട്രാക്ട് ചെയ്യണം.
അപ്പോൾ 3a -3യിൽ നിന്നും ഈ 4 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ -3 -4 അതാണ് ശ്രദ്ധിക്കേണ്ടത്. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. -3 4 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 6 8 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 6 - 8. ഈ 3 6 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 3 - 6. 9 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 9 - -2. ഓക്കെ, ഇസ് ഈക്വൽ ടു -3 -4 -7. 6 - 8 -2. 3 - 6 -3. 9 + 2 11. ഇത്രയേ ഉള്ളൂ. ഇത് 2 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കും. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. എയും ബിയും മെട്രിസസ് ആണ്. അപ്പോൾ എയും ബിയും തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം 2a + 3b തന്നിട്ടുണ്ട്, 3a - 2b തന്നിട്ടുണ്ട്. ഇതിനെ മെട്രിക്സ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. 1ഉം 2ഉം സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എയും ബിയും കണ്ടുപിടിക്കണം. അതിൻ്റെ എളുപ്പ വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ എ ഇല്ലാതാക്കുക, അപ്പം ബി കിട്ടും, അല്ലെങ്കിൽ ബി ഇല്ലാതാക്കുക, അപ്പം എ കിട്ടും. അതിന് ചെയ്യേണ്ടത് ബിയുടെ കോഎഫിഷ്യൻസ് സെയിം ആക്കി കഴിഞ്ഞാൽ എയുടെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ബിയുടെ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 3ഉം ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 2ഉം ആണ്. അപ്പോൾ അത് രണ്ടും സെയിം ആക്കണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 കൊണ്ട് ഈ 3യെ മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് ഈ 2വിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ബിയുടെ കോഎഫിഷ്യൻസ് സെയിം ആക്കുക എന്നുള്ള സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? കോഎഫിഷ്യൻസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കാം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ. ബിയുടെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കണം. അപ്പോൾ രണ്ടാമത്തതിലെ 2 കൊണ്ട് ഒന്നാമത്തേനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 1 × 2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ കിട്ടുന്നത് 2a മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 4a എന്ന് കിട്ടും. 3b മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 6b എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു ഇതിലെ ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 1 × 2 2, 2 × 2 4, 3 × 2 6, 4 × 2 8, 5 × 2 10, 6 × 2 12. ഇതാണ് 4a + 6b. ഇനി സെക്കൻഡ് ഇക്വേഷൻ. അപ്പം നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 2 കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 2 എന്നുള്ള ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3a മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 9a മൈനസ് 2b മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 6b ഇസ് ഈക്വൽ ടു ഇതിനെ ഓരോന്നിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 15, 5 × 3 15, 4 × 3 12, 3 × 3 9, 2 × 3 6, 1 × 3 3, 0 × 3 0. ഇതിൽ ഈ 6bയും -6bയും ക്യാൻസൽ ആയി പോകും. ആഡ് ചെയ്യണം. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 6b - 6b ക്യാൻസൽ ആവും. അപ്പോൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 6bയും -6bയും ക്യാൻസൽ ആവും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4a + 9 13a എന്ന് കിട്ടും. 4a + 9 13a ഇസ് ഈക്വൽ ടു ഈ 2ഉം 15ഉം കൂടെ ആഡ് ചെയ്യണം, 2 + 15. 4ഉം 12ഉം കൂടെ ആഡ് ചെയ്യണം, 4 + 12. 6ഉം 9ഉം കൂടെ ആഡ് ചെയ്യണം, 6 + 9. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. 8ഉം 6ഉം കൂടെ ആഡ് ചെയ്യണം, 8 + 6. 10ഉം 3ഉം കൂടെ ആഡ് ചെയ്യണം, 10 + 3. 12ഉം 0ഉം കൂടെ ആഡ് ചെയ്യണം, 12 + 0 ഇസ് ഈക്വൽ ടു ഇത് 17, ഇത് 16, ഇത് 15, ഇത് 14, 13, 12. ഇതാണ് 13a. നമുക്ക് a ആണ് വേണ്ടത്. അപ്പം 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. a ഇസ് ഈക്വൽ ടു 1/13. ഈ മാട്രിക്സിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 17, 16, 15, 14, 13, 12. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. ഇനി ഇതേപോലെ ബിയുടെ വാല്യൂയും കൂടെ കണ്ടുപിടിക്കണം. അടുത്ത നമുക്ക് ബിയുടെ വാല്യൂ കിട്ടണം. ബിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ എ ഇല്ലാതാവണം. എ ഇല്ലെങ്കിലേ ബി കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് സെയിം ആക്കണം.
അപ്പോൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഈ ഇവിടുത്തെ എയുടെ കോഎഫിഷ്യന്റ് 3 ഇതുകൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 3 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ 3. അപ്പോൾ ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6a + 9b എന്ന് വരും. ഇസ് ഈക്വൽ ടു 3 കൊണ്ട് മൾട്ടിപ്ലൈ 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15, 6 × 3 18. ഇതിൽ ഓരോന്നിനെയും നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, ഇതിന് 2 കൊണ്ട് താഴോട്ട് മൾട്ടിപ്ലൈ, ഇതിനെ മൾട്ടിപ്ലൈ, സെക്കൻഡിനെ മൾട്ടിപ്ലൈ ആണ്, 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സെക്കൻഡ് ഇക്വേഷൻ 2 ഗീവ്സ്, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6a, ഇത് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4b ഇസ് ഈക്വൽ ടു, ഇതിനെ ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 5 × 2 10, 4 × 2 8, 3 × 2 6, 2 × 2 4, 2 0. ഇനി സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6aയും 6aയും ക്യാൻസൽ ആയിപ്പോൾ, 6a - 6a എന്നൊരു ക്യാൻസൽ ആയിപ്പോൾ. ലെഫ്റ്റ് സൈഡിൽ 9b - 4b എന്ന് വരും. ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യണം. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9b - 4b. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് എന്ന് വരും, 9b + 4b എന്ന് വരും. ഇസ് ഈക്വൽ ടു 3യിൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 3 - 10, 6ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യണം, 6 - 8, 9ൽ നിന്നും 6 സബ്ട്രാക്ട് ചെയ്യണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഈ 12ൽ നിന്ന് ഈ 4 സബ്ട്രാക്ട് ചെയ്യണം, 12 - 4. ഈ 15ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം, 18ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്യണം. ഇസ് ഈക്വൽ ടു 3 - 10 - 7 എന്ന് വരും, 6 - 8 -2 എന്ന് വരും, 9 - 6 3 എന്ന് വരും, 12 - 4 8 എന്ന് വരും, 15 - 2 13 എന്ന് വരും, 18 - 0 18 എന്ന് വരും. ഇതാണ്. അപ്പോൾ ഇത് 9b + 4b 13b എന്ന് വരും, 13b. ഇനി b കിട്ടാനായിട്ട് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. b ഇസ് ഈക്വൽ ടു 1/13 ഇൻറ്റു ഈ മെട്രിക്സ് -7 -2 3 8 13 18. ഇങ്ങനെയാണ് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ചെയ്യാനുണ്ട്. നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കോഎഫിഷ്യൻസ് സെയിം ആക്കാനും നിൽക്കേണ്ട, കോഎഫിഷ്യൻസ് ഓൾറെഡി സെയിം ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ കിട്ടും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂയും കിട്ടും. ഇത്രയേ ഉള്ളൂ. നേരത്തെ കണക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നമ്പർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഇതിൻ്റെ ആൻസർ എ എന്ന് പറയുന്നത് 1731, ബി എന്ന് പറയുന്നത് 3 - 1 - 1 2. ഇത് ആൻസറായിട്ട് നിങ്ങൾക്ക് കിട്ടണം.